ഇന്ന് രാത്രിയിലും നമ്മൾ പാടിയതുപോലെ കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ ഇരിക്കുവാനും തിരുവെഴുത്തുകളെ ധ്യാനിക്കുവാനും ദൈവം നമുക്ക് നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കർത്താവ് ന്യായപ്രമാണത്തിൽ നിന്ന് 6-ാമത്തെ കൽപ്പന ഉദ്ധരിച്ച് നൽകിയ സന്ദേശമായിരുന്നുവല്ലോ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളെ അധികരിച്ചുള്ള പാഠങ്ങളാണല്ലോ നാം ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അവിടെ നമ്മുടെ കർത്താവ് 6-ാമത്തെ കൽപ്പന ഉദ്ധരിച്ചിട്ട് ആ കൽപ്പനയെ ഉറപ്പിച്ചിട്ട് ആ വലിയ സത്യത്തിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അതിൽ ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തായിരുന്നു. കുല ചെയ്യരുത് എന്നും കുല ചെയ്യുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും എന്നും ന്യായപ്രമാണത്തിൽ രേഖപ്പെടുത്തി കൊടുത്ത കൽപ്പനയാണ് കർത്താവ് ഉദ്ധരിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അതോട് ചേർത്ത് കർത്താവ് ആ കൽപ്പനയെ പുതുക്കിയ വാക്കുകൾ നമ്മൾ വിശദമായി ചിന്തിച്ചില്ലെങ്കിലും വായിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ആ പ്രാരംഭവാക്യത്തെ അധികരിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വചനം ധ്യാനിച്ചത്. ആ വാക്യത്തിൽ നിന്ന് ഒരു വാക്കുകൂടി ഒന്ന് വിശദീകരിച്ചിട്ട് നമ്മുടെ കർത്താവ് നൽകിയ പുതുക്കിയ കൽപ്പനയുടെ വിശദാംശങ്ങളിലേക്ക് വരാം എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവ് 21-ാമത്തെ വാക്യം പറയുമ്പോൾ കേൾവിക്കാരോട് ചോദിക്കുന്നൊരു ചോദ്യം നമ്മൾ കാണുന്നുണ്ട്. 21-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചിട്ട് പോകാം എന്ന് കരുതുന്നു. 7-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ ആ വാക്യത്തിൽ കർത്താവ് നിങ്ങൾ കേട്ടിട്ടില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ കേട്ടിട്ടില്ലയോ എന്ന് കർത്താവ് ചോദിക്കുവാൻ ഇടയായിട്ട് തീർന്നത്? അത് ഈ പ്രസംഗത്തിൽ നമ്മൾ ആ ചോദ്യം ആവർത്തിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കാതലായ സത്യം നമുക്ക് ഓർക്കാനായിട്ട് കഴിയുന്നത്, അക്കാലത്ത് ഇസ്രായേൽ മക്കളിൽ സാമാന്യ ജനത്തിന് എബ്രായ ഭാഷ വായിക്കുവാൻ കഴിയുമായിരുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ നിലയിൽ ഇസ്രായേലിൻ്റെ നല്ല കാലത്ത് മക്കളെ അത് പഠിപ്പിക്കുകയും ദൈവം എഴുതിക്കൊടുത്ത കൽപ്പനകൾ വളരെ കൃത്യമായി പരിശോധിച്ചൊഴുക്കുകയും ചെയ്യുവാനായിട്ട് സാധിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ആ കാലത്ത് പൊതുവെ അത് വായിച്ചുൾക്കൊള്ളാനുള്ളതായ പ്രായോഗിക ജ്ഞാനം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ നമുക്കറിയാം, പരീശന്മാരോട് കർത്താവ് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പറയുമ്പോൾ അത് വളരെ പ്രസിദ്ധമായൊരു ചോദ്യമാണ്. നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ടായിരിക്കാം. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൽ വിവാഹമോചനത്തെക്കുറിച്ചുള്ളതായ ആ ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം പറയുമ്പോൾ കർത്താവ് കേട്ടിട്ടില്ലയോ എന്നല്ല അവരോട് പറഞ്ഞത്. ഓർക്കുന്നുണ്ടോ? നിങ്ങൾ വായിച്ചിട്ടില്ലയോ? കാരണം ചോദ്യം ചോദിച്ച ആളുകൾ ദൈവത്തിൻ്റെ വചനം വളരെ നന്നായി കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അവരോട് കർത്താവ് സംസാരിക്കുമ്പോൾ നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ ഒരു കാര്യം ഒന്ന് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവജനത്തിൻ്റെ നല്ല കാലത്ത് ഓരോരുത്തരും വചനം എന്ന വാൾ ഉപയോഗിക്കുവാൻ പ്രാപ്തരായി അത് നന്നായി പഠിച്ച്
പ്രയോജനപ്പെടുത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനുമായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കടന്നുപോയ വേദഭാഗത്ത് 1 ശമൂവേൽ 13-ാം അധ്യായത്തിൽ ശൗലിൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു പരാജയം 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കാനും ചിന്തിക്കാനും ഇടയായിട്ട് തീർന്നതാണ്. ഓർക്കേണ്ടത് എന്താണെന്ന് 13-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നു, ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടെയുള്ള ജനത്തിൽ ഒരുത്തനും വാളും കുന്തവും ഉണ്ടായിരുന്നില്ല. ശൗലിനും അവൻ്റെ മകനായ യോനാഥാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ വായിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കറിയാം, അന്നത്തെ യുദ്ധരീതി അനുസരിച്ച് ഈ സൈന്യത്തിൻ്റെ കയ്യിൽ വാളും കുന്തവും പോലും ഇല്ലാത്ത സൈന്യത്തിന് എങ്ങനെ പോരാടാനായിട്ട് സാധിക്കും, യുദ്ധം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അപ്പം അതുകൊണ്ട് ആ കാലഘട്ടത്തിൻ്റെ ഒരു പരാജയമായി ദൈവാത്മാവ് ആ സത്യത്തെ എടുത്ത് പറയുകയാണ്. അപ്പോൾ അവർക്ക് വാളും കുന്തവും ഇല്ലാത്ത നിലയിൽ ആകെ 2 പേർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ശൗലിനും യോനാഥാനുമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതായ കാര്യം എത്രയോ വ്യക്തമായിട്ട് അവിടെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഇവിടെ ഒരു മുന്നറിയിപ്പ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർത്തതുപോലെ മോശയും യോശുവയും തൻ്റെ ജനത്തെക്കുറിച്ച് ആഗ്രഹിച്ചതുപോലെ അവരുടെ മക്കൾക്ക് ദൈവത്തിൻ്റെ വചനം വളരെ കൃത്യമായിട്ട് പകർന്നു കൊടുക്കാനും അവർക്കത് മനസ്സിലാക്കാനും അത് പ്രമാണിച്ച് ജീവിക്കാനും സാധിക്കത്തക്കവണ്ണം അവരെ വളർത്തിക്കൊണ്ടുവരാനുള്ള വലിയ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഞാൻ ഈ വചനത്തിലൂടെ കഴിഞ്ഞ ദിവസം കടന്നുപോയപ്പോൾ ഓർത്തു, ഈ കാലത്ത് ദൈവജനത്തിൻ്റെ മധ്യേ ഇങ്ങനെയൊരു ക്ഷീണം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടുന്നതായ നാടുകളിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനം അത് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിക്കാതെ, മനസ്സിലാക്കിയാലും അത് പറയാൻ സാധിക്കാതെ ഉള്ളതായൊരു അജ്ഞത വ്യാപകമായിട്ടും ദൈവജനത്തിൻ്റെ നടുവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലായിടത്തും അങ്ങനെ ആകണമെന്നില്ല. നമ്മുടെ ഓരോ കുടുംബങ്ങളുമാണ് ഈ വിഷയത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് ആവശ്യമുള്ളത്. കഴിഞ്ഞ നാളിലൊക്കെ പറഞ്ഞ കാര്യമായതുകൊണ്ട് ഞാൻ വാക്യങ്ങൾ വായിച്ചത് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പുതിയ നിയമത്തിലെ ആ കൽപ്പന നമുക്ക് എല്ലാവർക്കും മനപ്പാടം അറിയാവുന്നതുമാണ്. എഫെസ്യർ 6-4 വാക്യത്തിൽ എന്താ വായിക്കുന്നത്? പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും, അടുത്ത വാക്ക് എന്താണ്? പഥ്യോപദേശത്തിനും പോറ്റി വളർത്തുവിൻ. അപ്പോൾ അതുകൊണ്ട് കുടുംബമായിട്ട് ഈ ഉത്തരവാദിത്വം ഏറ്റവും നന്നായി ചെയ്യാനുള്ളതായ ആവശ്യകത ഉണ്ട്. ഇപ്പോൾ ശൗലിൻ്റെ കാലഘട്ടത്തിൽ അവിടെ അത് അക്ഷരാർത്ഥത്തിലുള്ളൊരു കാര്യമായിരിക്കാം, വാളും കുന്തവും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ആത്മീക അർത്ഥത്തിൽ ഈ ക്ഷീണം ഏത് കാലഘട്ടത്തിലും സംഭവിച്ചു പോകാനുള്ളതായ സാധ്യതയുണ്ട് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്ക് വചനം പഠിക്കാം, നമുക്ക് മക്കളെ വചനം പഠിപ്പിക്കാം, അവർക്ക് വചനം കൊണ്ട് ജീവിക്കുവാൻ സാധിക്കുമാറ് അവരെ ഒരുക്കിയെടുക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. പുതിയ നിയമത്തിനൊരു വാക്യം ഞാനൊന്ന് ചേർത്ത് പറഞ്ഞ് മുമ്പോട്ട് പോകട്ടെ. എബ്രായർ 12:4 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അപ്പോൾ പാപത്തോട് പോരാടി വിശുദ്ധമായിട്ട് ദൈവമക്കൾക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ
വിജയകരമായി ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 119 സങ്കീർത്തനം 11 വാക്യം നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പാപത്തോടുള്ള വലിയ പോരാട്ടത്തിൽ നമുക്കും നമ്മളുടെ അടുത്ത തലമുറയ്ക്കും ജയാളികളായിട്ട് ജീവിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ വചനമാകുന്ന വാളുള്ളവരായിട്ട് ഈ തലമുറയിൽ നമുക്കും നമ്മുടെ പിൻതലമുറയ്ക്കും ആയിരിക്കാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കർത്താവിനെ പിശാച് പരീക്ഷിക്കുമ്പോൾ പറഞ്ഞൊരു വാക്യം കൂടി പരിചയമുള്ളതാകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോകുകയാണ്. മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഞാൻ സാന്ദർഭികമായിട്ട് ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. കർത്താവ് ഈ ഗിരിപ്രഭാഷണം പറയുന്ന കാലഘട്ടത്തിൽ സാമാന്യ ജനത്തിന് വചനത്തോടുള്ള ബന്ധം വളരെ അകന്നതായിരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൽ കാലഘട്ടം മോശമാണെന്നും പൊതുവെ ഇങ്ങനെയാണെന്നും ഒന്നും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പിന്നെയോ നമ്മുടെ കുടുംബത്തിൽ ഈ കാര്യം ഏറ്റവും ശരിയായി നിർവഹിക്കുന്നു എന്നുള്ളത് എല്ലാ സൂക്ഷ്മതയിലും ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കട്ടെ. 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതാണ്, നമുക്ക് പരിചയമുള്ള വാക്യമാണ്. കർത്താവ് പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. അപ്പോൾ ആദ്യത്തെ 21-ാമത്തെ വാക്യത്തിൽ ആരാണ് ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പറഞ്ഞത്? കുല ചെയ്യുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും. അത് സാമാന്യമായൊരു പ്രമാണമാണ്. ലോകത്തിലും ലോകത്തിൻ്റെ നിയമവ്യവസ്ഥകളിലുമൊക്കെ നമുക്ക് ഈ കാര്യം സാധാരണ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യഹൂദൻ ആ പ്രമാണം വളരെ കൃത്യമായിട്ട് എഴുതി കൊടുത്തിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ അത് കർത്താവ് ഉറപ്പിച്ചു 21-ാമത്തെ വാക്യത്തിൽ. എന്നിട്ട് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ ആ കൽപ്പനയുടെ വളരെ പ്രധാനപ്പെട്ടതായ ഒരാന്തരികമായ സത്യം 22-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഓർപ്പിക്കുകയാണ്. ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, കൊലപാതകമെന്ന ഗുരുതരമായ പാപം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ആരംഭിക്കുന്നത് കോപത്തിലാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുകയാണ്. ഗിരിപ്രഭാഷണത്തെക്കുറിച്ചൊരു ദൈവദാസൻ എഴുതിയിട്ടുള്ളൊരു വാചകം ഞാനിവിടെ ഓർപ്പിക്കുകയാണ്. ന്യായപ്രമാണം പാപമാകുന്ന വൃക്ഷത്തിൻ്റെ ഫലത്തിനെതിരെയാണ് സംസാരിക്കുന്നത്. കാരണം കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ഇതൊക്കെ മനുഷ്യർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന, എല്ലാവർക്കും കാണാൻ കഴിയുന്ന പാപത്തിൻ്റെ പ്രവൃത്തികളാണ്. എന്നിട്ട് ആ ദേവദാസൻ പറഞ്ഞു, നമ്മുടെ കർത്താവ് ഈ പ്രസംഗത്തിൽ പാപത്തിൻ്റെ പ്രവൃത്തികൾക്കെതിരെയും സംസാരിച്ചിട്ടുണ്ട്. പ്രവൃത്തികൾക്കെതിരെ മാത്രമല്ല, പാപമാകുന്ന വൃക്ഷത്തിൻ്റെ ആരും കാണാത്തതായ വേരിനെതിരെയാണ് നമ്മുടെ കർത്താവ് ഈ പ്രസംഗത്തിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നമ്മുടെ കർത്താവ് ഈ ന്യായപ്രമാണത്തെ അഴിച്ചു പഠിപ്പിക്കുകയല്ലായിരുന്നു, പിന്നെയോ അതിനെ കൂടുതൽ ശക്തമായി ഉറപ്പിച്ച് പഠിപ്പിക്കുകയായിരുന്നു എന്നുള്ളതായ വളരെ പ്രധാനപ്പെട്ട സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. ഇപ്പം 21-ാമത്തെ വാക്യപ്രകാരം കൊല ചെയ്യാതിരുന്നാൽ മതി. 22-ാമത്തെ വാക്യപ്രകാരം എന്ത് ചെയ്യണം? സഹോദരനോട് കോപിക്കാതെ ആന്തരികമായ വിശുദ്ധി
സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് നമ്മുടെ കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. കോപം കൊലപാതകത്തിലേക്ക് നയിക്കും എന്നുള്ളത് എല്ലായിടത്തും സംഭവിച്ചുകൊണ്ട് നിർബന്ധമില്ല. എന്നാൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് എന്നുള്ളത് വേദപുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ സംഭവം പറയാമോ? കയീൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ കയീൻ ഹാബേലിനെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് കയീൻ്റെ ഹൃദയത്തിൽ ചെയ്ത പാപത്തെക്കുറിച്ച് നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ കുറേ വാക്യങ്ങളുണ്ട്. അത് നമുക്ക് പിന്നെ ആവശ്യാനുസരണം വായിക്കാം എന്ന് കരുതുകയാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. 4-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ നാം കാണുന്ന കാര്യം, കയീനിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല എന്നുള്ളത് അല്ലായിരുന്നു കയീൻ്റെ പ്രധാനപ്പെട്ടതായ പ്രശ്നം. പിന്നെ പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു? ഹാബേലിൻ്റെ വഴിപാടിലും ഹാബേലിലും ദൈവം പ്രസാദിച്ചു എന്നുള്ളതാണ് കയീനെ ഏറ്റവും വിഷമിപ്പിച്ചതായ കാര്യം. അപ്പം അതുകൊണ്ട് ഇവിടെ ദൈവാത്മാവ് അത് വെളിപ്പെടുത്തുകയാണ്. കയീന് ഏറ്റവും കോപമുണ്ടായി. മാത്രമല്ല അവൻ്റെ മുഖം വാടി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമുക്കറിയാം, ഈ കോപം ഉള്ളിലുണ്ടാകുമ്പോൾ അത് ബാഹ്യമായിട്ട് മുഖത്ത് വെളിപ്പെടുത്തപ്പെടുന്നു എന്നുള്ളതായ ലളിതമായ സത്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. നമ്മൾ നാട്ടിലൊക്കെ പറയുമല്ലോ, മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് എന്ന് പറയും. അപ്പോൾ ഒരാളുടെ മുഖം കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ കാര്യം എന്താണെന്നുള്ളത് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരികയില്ല. പക്ഷേ ഹൃദയം അത്ര ശരിയല്ല എന്നുള്ളത് മനസ്സിലാകാനായിട്ട് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ആ കാര്യം എടുത്തു പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ മുഖം നന്നായിരിക്കാനായിട്ട് നമ്മൾ ചിരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. പിന്നെയോ ഹൃദയം നന്നായിരിക്കുക, അകം നന്നായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. നമ്മളിപ്പോൾ എടുത്ത് വായിക്കുന്നില്ല. നമ്മുടെ കർത്താവ് വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്തോ ഒരു വിശദമായിട്ടാണ് അത് പറഞ്ഞത്. മുമ്പേ എന്ത് വെടിപ്പാക്കാനാണ് പറഞ്ഞത്? അകം വെടിപ്പാക്കാനായിട്ടാണ് പറഞ്ഞത്. കാരണം അകം വെടിപ്പായാൽ പിന്നെ സ്വാഭാവികമായിട്ട് പുറം വെടിപ്പായിക്കൊള്ളും. അത് സ്വാഭാവികമായിട്ട് സാധിക്കുന്നതായൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ചിന്തിക്കാൻ പോകുന്നു, നമ്മുടെ കർത്താവ് ഈ ന്യായപ്രമാണത്തിലെ 6-ാമത്തെ കൽപ്പന എടുത്ത് ഉദ്ധരിച്ചിട്ട് എന്തോ ഒരു വലിയ സത്യമാണ് ദൈവം നമ്മുടെ കർത്താവ് ഇവിടെ മനോഹരമായിട്ട് വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്, ഈ പ്രസംഗം ഒരാൾ അനുസരിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങിയാൽ അകമാദ്യം നന്നായാൽ പിന്നെ പുറമെ നന്നായിട്ട് സാക്ഷ്യം വഹിക്കേണ്ടതിന് വേറൊരു ബദ്ധപ്പാട് ആവശ്യമായിട്ട് വരികയില്ല. അപ്പം നമ്മുടെ കർത്താവിൻ്റെ ഈ പ്രസംഗം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് എത്ര വലിയ രൂപാന്തരത്തിന് കാരണമായിട്ട് തീരും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. ഇനി നമ്മൾ 6ഉം 7ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ദൈവം ഇവൻ്റെ ഈ സ്ഥിതിയെ മനസ്സിലാക്കി അവന് കോപമുണ്ടായ കാര്യവും അവൻ്റെ മുഖം വാടിയ കാര്യവുമൊക്കെ ഒരുപക്ഷെ വേറെ ആരും അവൻ്റെ മാതാപിതാക്കളൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം ആ കാര്യം മനസ്സിലാക്കി. എനിക്ക് വേദഭാഗം വായിക്കുമ്പോൾ ഭയങ്കര അതിശയം തോന്നിയൊരു കാര്യമാണ്. കയീനെ നമ്മൾ സാധാരണ എഴുതി തള്ളിയ ഒരാളാണ്. പക്ഷേ കയീൻ ഇങ്ങനെ ഒരു വഴിതെറ്റലിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ ദൈവം വളരെ കൃത്യമായിട്ട്
കയീനോട് സംസാരിക്കുകയും അവന് ഏറ്റവും കൃത്യമായി വേണ്ടുന്ന സന്ദേശം കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് എത്രയോ മനോഹരമായിട്ടുള്ളതായൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എബ്രായർ 4:16 വായിക്കുന്നത് പോലെ ഇത് കയീന് ദൈവം കൊടുത്ത തത്സമയത്തുള്ള ഒരു ഉപദേശമായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇവിടെ തൻ്റെ സഹോദരനോട് അവന് കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി, വേറെ കുഴപ്പമൊന്നും അവൻ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ആ പ്രത്യേകമായ സാഹചര്യത്തിൽ അവന് വേണ്ടിയ ആലോചന സ്വർഗത്തിലെ ദൈവം വളരെ കൃത്യമായി നൽകുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ എന്ത് സംഭവിച്ചു നമുക്കെല്ലാവർക്കും അറിയാം. കയീനോട് ദൈവം സംസാരിച്ചു, കാര്യമൊക്കെ ക്ലിയറായി പറഞ്ഞെങ്കിലും അത് പ്രയോജനപ്പെടുത്തി അവന് വലിയ അനർത്ഥത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനായിട്ട് സാധിച്ചില്ല. പിന്നെ എന്തിനാണ് നമ്മളിത് വിശദീകരിക്കുന്നത്? കയീനോട് അതൊക്കെ പറഞ്ഞെങ്കിലും കയീനത് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ നമ്മളിന്ന് രാത്രി ഇത് ചിന്തിക്കുകയാണ്. അപ്പോൾ കയീന് പ്രയോജനപ്പെട്ടില്ലെങ്കിലും ദൈവം കൊടുത്തതായ ഈ സമയത്തുള്ള സന്ദേശം എനിക്കും നിങ്ങൾക്കും ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ വിജയകരമായിട്ട് ഈ മേഖലയിൽ സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ ഒക്കെ ദൈവാത്മാവ് നൽകുന്നതായ ഈ ശക്തമായ സന്ദേശം ഏറ്റവും കൃത്യമായി പ്രയോജനപ്പെടുത്തുന്ന ആളുകൾക്ക് സഹോദരനോട് കോപിക്ക പോലും ചെയ്യാതെ, ആ പാപത്തിൽ പോലും വീഴാതെ തങ്ങളെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് എന്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ്, ഉപദേശമായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് 6-7 വാക്യങ്ങൾ ഒന്ന് വായിച്ച് പോകാം. അതിൽ ചില കാര്യങ്ങൾ ഞാനൊന്ന് എടുത്ത് പറയണം, വിശദീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് വായിച്ചാട്ടെ 6-7 വാക്യങ്ങൾ. നിന്റെ മുഖം വാടുന്നതും കൊണ്ട് നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം ഉണ്ടാകുകയോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാദത്തിൽ കിടക്കുന്നു. അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്ക് ആകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കണ്ടു. അപ്പോൾ അവിടെ എന്തു വ്യക്തമായിട്ടാണ് കയീനോട് ദൈവം സംസാരിക്കുന്നതായി നമ്മൾ കാണുന്നത്. അപ്പോൾ സഹോദരൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു, അവനിലും പ്രസാദിച്ചു. തന്നിലും തൻ്റെ വഴിപാടിലും പ്രസാദിക്കാതെ വന്നപ്പോൾ ഈ കോപത്തിലേക്ക് നയിച്ച വേറൊരു പാപം അതിൻ്റെ ഉള്ളിലുണ്ട്. ആ പാപം ഏതായിരിക്കും? അസൂയുണ്ടായി. ഞാനിതിൻ്റെ ഈ വേദഭാഗത്തിൻ്റെ പകുതി വഴി വന്നപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ അസൂയ നശിപ്പിച്ച ഒരാളെക്കുറിച്ച് ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അസൂയ നശിപ്പിച്ച ആൾ ആരാ? ശൗല്. ഈ സഹോദരിമാരൊരു പാട്ട് കേട്ടപ്പോഴത്തേക്കും അദ്ദേഹത്തിന് തുടങ്ങിയൊരു മാരകമായ രോഗമാണ് അസൂയ. എന്നല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, നമുക്കറിയാമല്ലോ അത്. കണ്ണുകടി തുടങ്ങി, അസൂയ തന്നെ. അപ്പോൾ എത്ര എളുപ്പത്തിൽ ഇങ്ങനെയുള്ള പാപങ്ങൾ നമ്മിൽ കടന്നുകൂടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവർ ആയിരിക്കണം. ഇങ്ങനെയുള്ള പാപങ്ങളിൽ നമ്മൾ പരീക്ഷിച്ച് വീഴിക്കത്തക്കവണ്ണം ശത്രുവായ പിശാച് വളരെ തന്ത്രപൂർവം ശ്രമിക്കുന്നതിനുള്ള എല്ലാ സാധ്യതയുമുണ്ട്.
ഇപ്പോൾ ആ ചരിത്രത്തിൽ നിന്ന് പറയാനായിട്ട് വാക്യം വായിക്കുകയൊന്നും വേണ്ടല്ലോ. ശൗലിന് അസൂയം വളർന്നു വന്നപ്പോൾ ശൗല് ശ്രമിച്ച് പരാജയപ്പെട്ടൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ദാവീദിനെ ചുവരോട് ചേർത്ത് കുത്തി കൊല്ലാനൊക്കെ ആയിട്ട് ശ്രമിച്ചു. പക്ഷെ ദാവീദിനെ ദൈവം വളരെ അതിശയകരമായി സംരക്ഷിച്ചു എന്നുള്ളതായ കാര്യം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുക. ഇതിനിടയിൽ എന്തെല്ലാം ഉപദേശം കിട്ടി. ഏറ്റവും നല്ല ഉപദേശം പറഞ്ഞു കൊടുത്ത ആളാരാണെന്ന് ഓർക്കേണ്ടത് നിങ്ങൾ. നമ്മളിപ്പോൾ വായിക്കണ്ടല്ലോ അത്. യോനാഥാൻ അപ്പനോട് എന്ത് ഭംഗിയായിട്ട് എന്തിനാ ഈ ശൗലിൻ്റെ ദാവീദിൻ്റെ പിന്നാലെ എങ്ങനെ നടക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി ചോദിച്ചു. ശൗലിന് മനസ്സിലാവുകയും ചെയ്തു. എന്നാൽ ഇനി വേണ്ടാന്നുള്ള തീരുമാനത്തിലേക്കും വന്നു. പക്ഷേ വലിയ താമസം കൂടാതെ ആ തീരുമാനമൊക്കെ മാറിപ്പോകുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മളിപ്പോൾ ചിന്തിക്കുന്ന വായിക്കുന്ന ഈ ചരിത്രവും ഇവിടെ നിങ്ങൾക്ക് ചേർത്ത് ഓർക്കാം. പക്ഷെ ഞാനിപ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ ചരിത്രമാണ് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ അസൂയയും മറ്റുള്ളവരുടെ കോപവും ഒക്കെ നമ്മിൽ വരാനായിട്ട് ഒത്തിരി സമയം വേണ്ട. എപ്പോൾ വേണമെങ്കിലും വരാം. ഒരു പാട്ട് കേട്ടാൽ മതി, വരാം. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവർ ആയിരിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനാവശ്യമായ ദൈവകൃപ നമുക്ക് നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വായിക്കുന്ന ചരിത്രത്തിലും ആദ്യത്തെ ചരിത്രത്തിലുമൊക്കെ ഈ സത്യം എത്രയോ വ്യക്തമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈ ഹാബേലിൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു എന്ന് കരുതി കയ്യിൽ കോപം ഉണ്ടാവേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കോപം ഉണ്ടാവേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? വേണമെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്ത് സന്തോഷിക്കാവുന്നൊരു വിഷയമാണല്ലോ അത്. കാരണം അനുജനാണ് ഇങ്ങനെ ഒരു നന്മ ഉണ്ടായത്. അപ്പോൾ അവന് എനിക്കേതായാലും ഉണ്ടായില്ലെങ്കിലും അവന് ദൈവം പ്രസാദിച്ചല്ലോ, അവൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചല്ലോ എന്നോർത്ത് സന്തോഷിക്കാനായിട്ട് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ വഴിക്ക് ഇന്ന് പോലെ കുറച്ച് കാര്യം ചിന്തിച്ചായിരുന്നു. സന്തോഷിക്കാമായിരുന്നു, അവൻ്റെ അടുത്ത് പോയി അവനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാമായിരുന്നു. പിന്നെ വളരെ കൃപയോടുകൂടി നിനക്കെങ്ങനെയാണിത് സാധിച്ചതെന്നുള്ളതായ കാര്യം ആരായാമായിരുന്നു. അപ്പോൾ തനിക്കെങ്ങനെയാണ് സാധിക്കാതെ പോയെന്നുള്ളതായ കാര്യം തിരിച്ചറിയാമായിരുന്നു. അവന് ക്രമപ്പെടാമായിരുന്നു. ഞാൻ ചില സ്റ്റെപ്പുകളൊക്കെ ഒന്ന് ചിന്തിച്ച സ്റ്റെപ്പുകൾ അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വിഷയത്തോട് ഒരു നല്ല മനോഭാവമാണ് പുലർത്തിയിരുന്നത് എന്ന് വരികിൽ ഈ പാപത്തിലേക്കൊന്നും വഴുതിപ്പോകാതെ തന്നെത്താൻ സൂക്ഷിച്ച് തൻ്റെ സഹോദരൻ്റെ സന്തോഷത്തിൽ സന്തോഷിച്ച് വിജയകരമായി പോകാമായിരുന്നു. പക്ഷേ അവൻ്റെ മാതാപിതാക്കളെ പരീക്ഷിച്ച് തോൽപ്പിച്ചതായ പിശാച് ഇവനെയും പരീക്ഷിച്ച് ഈ പ്രത്യേകമായ സാഹചര്യത്തെ വളരെ തെറ്റായ നിലയിൽ ഉപയോഗിച്ചു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഞാൻ ഇന്ന് രാത്രി വളരെ ഭയത്തോടുകൂടി ഒരു കാര്യം ഓർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഏത് കാലത്തും സംഭവിക്കാം. സന്തോഷിച്ച് സ്തോത്രം ചെയ്ത് പ്രശംസിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന സാഹചര്യത്തിൽ നമുക്കത് സാധിക്കാതെ വരാനുള്ളതായ വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൽ പെട്ടുപോകുന്നില്ല എന്നുള്ളത് വളരെ സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തിക്കൊള്ളണം. കാരണം സഹോദരൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കാനും അതിനോട് കൂടെ സന്തോഷിക്കാനും സാധിക്കണം. നമുക്കെല്ലാം അറിയാവുന്നൊരു വാക്യമാണല്ലോ റോമർ 12:15. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുകയും, അടുത്ത വാചകം ഓർക്കുന്നുണ്ടോ? കരയുന്നവരോട് കൂടെ കരയുകയും ചെയ്യുവിൻ. ഈ ഒരൊറ്റ പ്രമാണം പഠിച്ചിരുന്നാൽ മതി. സഹോദരനൊരു സന്തോഷ വിഷയം ഉണ്ടാകുമ്പോൾ ഹൃദയപൂർവം അതിൽ സന്തോഷിക്കാനായിട്ട് സാധിക്കുന്നു എന്ന് വരികിൽ ഈ പാപത്തിലേക്ക് വഴുതിപ്പോകാതെ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ ഒരു 40 വർഷം മുമ്പ് എനിക്ക് വളരെ പരിചയമുള്ളൊരു സഹോദരൻ, നിങ്ങൾക്കും അറിയാവുന്ന ഒരാളാണ്, മൂവാറ്റുപുഴ ഉണ്ടായിരുന്ന ചരലിലെ ബെന്നിസോർ, ഞങ്ങൾ ഒരുമിച്ച് കുറേ നാളുകൾ
പാട്ടും പ്രസംഗമൊക്കെ ആയിട്ട് നാട്ടിലായിരുന്നപ്പോൾ മുമ്പോട്ട് പോകാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. ഒത്തിരി യോഗങ്ങൾക്ക് അങ്ങനെ ഒരുമിച്ചുണ്ടാകാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എനിക്ക് ഈ വാക്യത്തെക്കുറിച്ചൊരു ആലോചന പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ രണ്ടാമത്തെ കാര്യം വളരെ എളുപ്പമാണ്, കരയുന്നവരോട് കൂടെ കരയുക. അപ്പോൾ 10 പേര് കരയുന്നിടത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കരയുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ പാടില്ലെങ്കിലും നമ്മൾ കൂട്ടത്തിൽ കരഞ്ഞു പോകും. അതിന് പ്രത്യേകിച്ചൊരു ശ്രമം ആവശ്യമായിട്ട് വരികയില്ല. പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞു, ഈ സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദൈവകൃപ വേണ്ടിയതായൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശൗലിന് സാധിക്കാത്ത കാര്യം, കയ്യിന് സാധിക്കാത്ത കാര്യം നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ മേഖലയിൽ നമുക്ക് വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കാനായിട്ട് സാധിച്ചാൽ ഈ അപകടത്തിൽ പെടാതെ വണ്ണം നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഓരോ ദിവസത്തെ ഇടപാടുകളിലും സഹോദരന്മാരുള്ള പെരുമാറ്റത്തിലുമൊക്കെ ഈ അടിസ്ഥാനപരമായ പ്രമാണം വിജയകരമായിട്ട് സൂക്ഷിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കാനായി ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇവനത് സാധിച്ചില്ലെങ്കിലും ദൈവം അവനോട് തൽസമയത്തുള്ള ഒരു ദൂത് നൽകി അവനെ ക്രമപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. നമ്മളെ വായിച്ച വാക്യത്തിൽ ദൈവം അവന് നൽകുന്നതായ ആ വലിയ സന്ദേശമാണ് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ വാക്യങ്ങളിൽ 3 ചോദ്യങ്ങൾ ആദ്യം ദൈവം കയീനോട് ചോദിക്കുകയാണ്. 3 ചോദ്യങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഒരു വിശദീകരണം നൽകുന്നതായി നമ്മൾ കാണുന്നത്. അപ്പോൾ ആ 3 ചോദ്യങ്ങൾ നമ്മളൊന്ന് അത് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യത്തെ ചോദ്യം എന്താണ്? നീ കോപിക്കുന്നത് എന്തിന്? ഒന്നാമത്തെ ചോദ്യം അതാണ്. അപ്പോൾ ഈ കയ്യിന് അതിന് ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കുക. ഉത്തരം പറയാൻ വിഷമമല്ലേ? ഞാൻ കോപിക്കുന്നത് എൻ്റെ സഹോദരനിൽ ദൈവം പ്രസാദിച്ചുകൊണ്ടും അവൻ്റെ വഴിപാടിൽ പ്രസാദിച്ചുകൊണ്ടുമാണെന്നൊക്കെ മനസ്സിൽ വെക്കാമെന്നല്ലാണ്ട് ഇതെങ്ങനെയാണ് പറയാൻ പറ്റുമോ? പറയാവുന്ന ഒരു കാര്യമില്ല. ഞാനപ്പോൾ ഇന്ന് പകല് വായനത്തിലൂടെ പോയപ്പോൾ ഓർത്തു, ഈ ചോദ്യത്തിന് അവൻ പരമാർത്ഥതയോടുകൂടി ഉത്തരം പറയാൻ ഒരുങ്ങിയായിരുന്നെങ്കിൽ ഇവനെ പ്രശ്നത്തിലേക്ക് കൂപ്പുകുത്താതെ അവന് തന്നെ സൂക്ഷിക്കാനായിട്ട് കഴിയുമായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദം ഉണ്ടാകയില്ലയോ? ഇതിനൊക്കെ ഉത്തരം പറഞ്ഞാൽ നന്മ ചെയ്താൽ പ്രസാദം ഉണ്ടാകും. അതങ്ങ് തിരിച്ചറിഞ്ഞ് ഉൾക്കൊള്ളാനായിട്ട് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിന്ന് ഈ ചോദ്യങ്ങളിലൂടെ പോയപ്പോൾ ഓർത്തു, ദൈവം നമ്മോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടോ? ഞാൻ എന്നോട് തന്നെ ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന് പകല്. എത്രയോ സന്ദർഭങ്ങളിൽ ചോദിക്കാറുണ്ട്. കാരണം ചില കാര്യങ്ങളിലൊക്കെ തെറ്റായിട്ടുള്ള ചിന്തകൾ മനസ്സിൽ കടന്നുകൂടുവാൻ ഇടയായിട്ട് തീരുമ്പോൾ അതിൻ്റെ ദുഃഖമൊക്കെ ചിലപ്പോൾ ഹൃദയത്തിൽ വരാൻ ഇടയായിട്ട് തീരുമ്പോൾ ദൈവം ചോദിക്കുന്നത് പോലെ എത്രയോ സന്ദർഭങ്ങളിൽ ചോദിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. ഉദാഹരണമൊന്നും പറയാൻ പറ്റുകയില്ലല്ലോ. ഇതൊക്കെ നമ്മുടെ രഹസ്യ ജീവിതത്തോട് ബന്ധപ്പെട്ടതായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഉദാഹരണത്തിലേക്ക് ഞാൻ പോകേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഹൃദയ സന്തോഷത്തോടും ഉന്മേഷത്തോടും കൂടി ഇരിക്കേണ്ട നമ്മൾ അത് നഷ്ടപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ ദൈവം ചോദിക്കും, നീ എന്തിനാ, നിനക്കിതൊക്കെ നഷ്ടപ്പെടേണ്ട കാര്യം എന്താണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ വളരെ പരമാർത്ഥതയോടുകൂടി ആ ചോദ്യങ്ങളോട് ഉത്തരം പറയാനായിട്ട് നമ്മൾ പരിശീലിച്ചാൽ, പ്രിയപ്പെട്ടവരെയും, നമുക്ക് നമ്മുടെ കുറവുകളെ തുടക്കത്തിലേ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കയ്യിന് സാധിക്കാതെ പോയ കാര്യം ഈ ചോദ്യങ്ങളുടെ ഉത്തരത്തോട്
പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിക്കുവാൻ കഴിയാതെ പോയതിനാൽ വന്ന വലിയ ദുരന്തം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ വണ്ണം ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറഞ്ഞ് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ക്രമപ്പെടുത്താൻ കഴിയട്ടെ. ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കയ്യിൽ പരമാർത്ഥതയോടെ പറയുമായിരുന്നെങ്കിലും ഈ പ്രശ്നത്തിലേക്ക് എടുത്തു ചാടാതെ തനിക്ക് തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇനിയൊരു 3 കാര്യങ്ങൾ ദൈവം കയ്യിനോട് നേരിട്ടിവിടെ എടുത്ത് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് നല്ല പരിചയമുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് ഒത്തിരി വിശദീകരണം കൂടാതെ ഞാൻ പോകാം എന്ന് കരുതുകയാണ്. ആദ്യം പറയുന്നത് പാപത്തെക്കുറിച്ച് പറയുന്നത് നമ്മൾ സാധാരണ ഓർക്കാറുണ്ടല്ലോ, പാപം എവിടെ കിടക്കുന്നു? പാപം വാതിൽക്കൽ കിടക്കുന്നു. അപ്പോൾ ഇവിടെ കൈൻ ഇപ്പം ഇത് പറയുമ്പോൾ ചെയ്തിട്ടുള്ള പാപം ഏതാണ്? കോപമാണ്. അപ്പോൾ അങ്ങനെ സഹോദരനോട് കോപിച്ചിരിക്കുകയാണ് കൈൻ. അപ്പോൾ ദൈവം ഈ പാപത്തിൻ്റെ ഗൗരവം പറയുകയാണ്. പാപം വാതിൽക്കൽ കിടക്കുന്നു. ശരിക്കും ഇത്രയും പറഞ്ഞാൽ പോരല്ലോ. ഞാനിതുപോലെ ഈ വയനത്തിലൂടെ പോയപ്പോൾ ഓർത്തു, പാപം വാതിൽക്കലല്ലോ, പാപം ഇപ്പോൾ കൈൻ്റെ എവിടെയാണ്? ഹൃദയത്തിലല്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ പാപം വാതിൽക്കൽ കിടക്കുന്നു എന്നുള്ളത് പ്രയോഗം പാപം നമ്മോട് ഏറ്റവും അടുത്ത് കിടക്കുകയാണ്. ഏറ്റവും അടുത്ത് കിടക്കുകയാണ്. നീ ഇരിക്കുന്നിടത്ത് ഇരുന്നാൽ മതി. നിന്നെ കീഴ്പ്പെടുത്താനായിട്ട് ശത്രു ഈ ആയുധമായിട്ട് വരുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. ഇവിടെ നമുക്ക് നല്ല ഉപദേശം കിട്ടിയിട്ടുള്ള ആളുകളാണ്. പുതിയ നിലയ്ക്കൊക്കെ വരുമ്പോൾ സുപരിതമായ ചില വാക്യങ്ങൾ വായിക്കണ്ടല്ലോ. എഫേസ്യർ 4-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങൾ ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ട് ഇരിക്കരുത്. അടുത്ത വാചകം നിങ്ങൾ ഓർക്കണ്ടോ? പിശാചിനിടം കൊടുക്കരുത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കോപം നമ്മുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും ആകട്ടെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ന്യായങ്ങൾ അന്വേഷിക്കുവാൻ ഇടയായിട്ട് തീരാതെ ദൈവാത്മാവ് നൽകുന്ന ഈ ഉപദേശം അതുപോലെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കണം. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. അടുത്ത കാര്യങ്ങൾ ചെയ്താൽ അത് പാപത്തിലേക്ക് നീങ്ങാതെ സൂക്ഷിക്കുവാനായിട്ട് സാധിക്കും. സൂര്യൻ അസ്തമിക്കുവോളം അത് വെച്ചുകൊണ്ടിരിക്കരുത്. അതുകൊണ്ട് സൂര്യൻ അസ്തമിക്കുന്നവരെ വെച്ച് വെക്കണം നിർബന്ധമുണ്ടോ? രാവിലെയാണ് കോപം ഉണ്ടായത്, സൂര്യൻ അസ്തമിക്കുന്നവോളം വെച്ചുകൊണ്ടിരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ വൈകുന്നേരം വരെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെയോ നമ്മിൽ ആന്തരികമായി ബാധിക്കുന്ന പാപങ്ങളെ വളരെ എളുപ്പത്തിൽ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് നീക്കിക്കളയാനുള്ളതായ വലിയ ആവശ്യകതയാണ് ദൈവാത്മാവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നീക്കിക്കളഞ്ഞില്ലെങ്കിൽ പിശാച അവസരം വളരെ നന്നായിട്ട് ഉപയോഗിക്കും. പിശാചിനിടം കൊടുക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രമാണങ്ങൾ, വചനങ്ങൾ അതിൽ തന്നെ സൂക്ഷ്മതയോടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചാൽ എത്ര വിജയകരമായിട്ട് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിയും. അപ്പോൾ പാപം വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പാപം എന്ത് ചെയ്യണം? കോപം വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറഞ്ഞാൽ കോപം നീക്കിക്കളയണം. എങ്ങനെ നീക്കിക്കളയാം? 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ. അവിടെ വേറെ ചില പാപങ്ങളാണ് പറയുന്നത്, പക്ഷേ ഈ വാക്കല്ലേ അവിടെ ഉപയോഗിക്കുന്നത്. ആകയാൽ സകല ദുഷ്ടത, എല്ലാ ചതിവ്, വ്യാജഭാവം,
അസൂയ എല്ലാ നുണ. അപ്പോൾ അസൂയയുടെ അനന്തരഫലമായി വരുന്ന കോപവും ഉൾപ്പെടുന്നു എന്നുള്ളതായ കാര്യം നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. ഒരു വാക്കോടെ ഞാൻ ഇന്ന് ചേർത്ത് പറഞ്ഞോട്ടെ, നല്ല പരിചയമുള്ളതാണ്. എഫേസ്യർ 4-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം. അവിടെ ഒരു ലിസ്റ്റുണ്ട്. എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞ് പോകട്ടെ. അപ്പം അവിടെ കോപത്തിൻ്റെ കൂടെ വേറെ ചില പാപങ്ങൾ കൂടി പറയുക. എല്ലാ കയ്പ്. ഈ വാക്യം വായിക്കുമ്പോൾ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരുടെയും മനസ്സിലൊരു ഓർമ്മ വരും. ആരോട് കയ്പായിരിക്കരുതെന്ന് പ്രമാണമുണ്ട്. ഭർത്താക്കന്മാർക്ക് പ്രമാണമുണ്ട്, ഭാര്യയോട് കയ്പായിരിക്കരുത്. പിന്നെ ക്രോധം, കൂറ്റാരം. ഈ കൂറ്റാരം എന്താണ് എന്നുള്ളത് ഒരു ചെറിയ അന്വേഷണം ഇന്ന് പകൽ നടത്തിയപ്പോൾ കോപത്തിൻ്റെ പുറമെയുള്ള ഒച്ചപ്പാടുകൾ എന്നൊരർത്ഥമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോപമുണ്ടായാൽ മുഖം വാടുക മാത്രമല്ല, പിന്നെ ചില ഒച്ചപ്പാടുകളിലേക്കൊക്കെ അത് നയിക്കാനിടയായിട്ട് തീരും. നമ്മുടെ കുടുംബങ്ങൾ ഒച്ചപ്പാടുകളുടെ വേദിയായിട്ട് തീരുന്നില്ല എന്നുള്ളത് എത്രയോ സൂക്ഷ്മതയോടെ ഉറപ്പ് വരുത്തേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു കൂറ്റാരം നേരിൽ കാണാനിടയായിട്ട് തോന്നുന്നു. ഞങ്ങൾ പോകുമ്പോൾ വണ്ടിയുടെ മുമ്പിൽ ഒരാൾ മദ്യപിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്, വേറെ 2-3 പേരും ഉണ്ട്. അപ്പോൾ ഞാൻ വണ്ടി അങ്ങ് ചെല്ലുമ്പോൾ പറഞ്ഞു പുറകോട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കും തോന്നി എളുപ്പം അതായിരിക്കും, അതുകൊണ്ട് റിവേഴ്സിലെടുത്ത് വേറെ വഴിക്ക് പോരാനിടയായിട്ട് തീർന്നു. അപ്പോൾ ഈ പറയുന്ന പാപങ്ങളുമൊക്കെ എന്തോ ഒരു ഗുരുതരമായിട്ടുള്ളതായ പാപങ്ങളാണ്. പക്ഷേ അതൊക്കെ ഉള്ളിൽ തുടങ്ങുന്നതായ പാപങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഈ പ്രമാണം പറയുമ്പോൾ അത് എത്രയോ മനോഹരമായിട്ട് ആർക്കും മനസ്സിലാകത്തക്കവണ്ണം വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഇവിടെ പറയുന്നതായി ഈ പാപങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ അത് സൂക്ഷിക്കുവാനോ അത് വെച്ചുകൊണ്ട് പോകാനോ ഇടയായിട്ട് തീരാതെ അതിനെ നീക്കിക്കളഞ്ഞ് നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. എങ്ങനെ നീക്കിക്കളയണമെന്നുള്ളത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ആ വലിയ സത്യത്തിൻ്റെ പ്രകാശനമാണല്ലോ. അവൻ വെളിച്ചത്തിലിരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പാപം ഉണ്ടെന്ന് മനസ്സിലായാൽ അത് സമ്മതിച്ച് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിച്ചാൽ, ഈ പാപമെല്ലാം അടിഞ്ഞുകൂടിയൊരു ഹൃദയമാണെങ്കിലും ശുദ്ധീകരണം പ്രാപിച്ച് നമുക്ക് ആരുടെ വിശുദ്ധിയിലേക്ക് വരാം? അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നമുക്ക് വെളിച്ചത്തിൽ നടക്കാം. അപ്പോൾ ഈ പാപം തമ്മിൽ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് നീക്കിക്കളഞ്ഞാൽ, ശുദ്ധീകരണം പ്രാപിച്ചാൽ നമുക്ക് ഈ ഉന്നതമായ വിശുദ്ധിയിലേക്ക് ഉയർത്തപ്പെടാനായിട്ട് സാധിക്കും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുകയാണ്. ആ പരിചയമുള്ള വാക്യത്തിൻ്റെ ഒരു വാക്ക് ഞാനൊന്ന് എടുത്തു പറയട്ടെ. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം, അടുത്ത വാക്ക് എന്താണ്? സകല പാപവും പോകും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മുടെ സകല പാപങ്ങളും ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ഈ വിശുദ്ധിയുടെ ഉന്നതമായ നിലവാരത്തിലേക്ക് ഇന്ന് രാത്രിയിൽ ഉയർത്തപ്പെടത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഈ വ്യവസ്ഥ പാലിച്ചാൽ നമ്മുടെ കർത്താവ് നിശ്ചയമായിട്ടും ശുദ്ധീകരിക്കും. 9-ാം വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? അവൻ വിശ്വസ്തനും നീതിമാനുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതോരോ ദിവസവും വിജയകരമായി അനുഭവമാക്കി സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ രക്തം, അതിൻ്റെ സാധ്യത എത്രയോ ഉന്നതമാണ്.
എല്ലാ പാപവും ശുദ്ധീകരിക്കുവാൻ ഈ രക്തം മതിയായതുണ്ട്. അതുകൊണ്ടല്ലേ നമുക്ക് വിശുദ്ധരായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലൊക്കെ എന്തെല്ലാം അശുദ്ധികൾ വന്നു കയറാനുള്ളതായ സാധ്യതയുണ്ട്. ഏത് അശുദ്ധിയും നീക്കിക്കളഞ്ഞ് വിശുദ്ധിയോടെ ജീവിക്കത്തക്കവണ്ണം നമ്മെ ഒരുക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ രക്തമാണ്. ഇന്നലെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു പാട്ട് പാടുമ്പോൾ അതിൽ ഒരു ലൈൻ എന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ. പിന്നെ അടുത്ത ലൈൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കോടി കോടി യുഗങ്ങളായി. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ കോടി കോടി യുഗങ്ങൾ സ്വർഗത്തിൽ വാഴുമ്പോഴും സ്വർഗത്തിൽ അതിൻ്റെ അനുഗ്രഹം അനുഭവിക്കുമ്പോഴും അതിനെല്ലാം മുഖാന്തരമായിരിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ ചൊരിയപ്പെട്ട രക്തത്തിൻ്റെ സാധ്യതയാണ്. ഓരോ ദിവസവും അത് തിരിച്ചറിഞ്ഞ് അതിൻ്റെ മഹത്വം പ്രയോജനപ്പെടുത്തി ജയാളികളായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ വിഷയത്തിൽ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, സഹോദരനോട് ചിലപ്പോൾ ഒരു കോപമോ ക്രോധമോ ഒക്കെ തോന്നിപ്പോയേക്കാം. പക്ഷേ നമുക്കത് സമയത്ത് കണ്ടെത്തി ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത് എത്രയോ അനുഗ്രഹീതമായൊരു കാര്യമാണ്. ഇത് സാധിക്കണമെന്നാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വലിയ ഉൾക്കാഴ്ച സൂക്ഷിച്ച് ഈ നാടുകളിൽ ജീവിക്കുവാൻ, സാക്ഷ്യം വഹിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കയ്യിനോട് ചോദിച്ച ആ പറഞ്ഞ ആദ്യത്തെ കാര്യം അവൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, പാപത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിരുന്നെങ്കിൽ, സഹോദരനുള്ള കോപം അവൻ വിട്ടൊഴിഞ്ഞ് ക്രമപ്പെടുവാൻ ഇടയായിട്ട് തീർന്നിരുന്നെങ്കിൽ ആ ചരിത്രം എത്രയോ വ്യത്യസ്തമാകുമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, കയ്യിന് സാധിക്കാതിരുന്ന കാര്യം നമുക്ക് സാധിക്കട്ടെ. വിജയകരമായ സാഹോദര്യ ബന്ധം ഈ തലമുറയിലും സാധിക്കത്തക്കവണ്ണം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഈ അനുഗ്രഹീതമായ മാർഗത്തെ പ്രയോജനപ്പെടുത്തി കൊണ്ട് ജയാളികളായിട്ട് ജീവിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. രണ്ടാമത്തെ വാക്യത്തിൽ സത്യത്തിലേക്ക് ഒന്ന് പ്രവേശിച്ച് അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ പറയുന്നു, പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്ക് ആകുന്നു. നിങ്കലേക്ക് ആകുന്നു. അപ്പോൾ ദൈവം ഈ കയ്യിന് കൊടുക്കുന്നതായ ദൂത് എത്ര മനോഹരമായ ദൂതാണ്. അപ്പോൾ കയ്യിനോട് പറയും, കയ്യിന് പാപം വാതിൽക്കലാണ് കിടക്കുന്നത്. എന്നിട്ട് പറയുക, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്ക് ആകുന്നു. അപ്പോൾ ഞാനതിൻ്റെ അർത്ഥം ഇന്നൊന്ന് പറയാം. ഒരു കണക്ഷൻ വാക്യവും പറയാം. അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങൾ അതൊന്ന് വായിച്ച് ധ്യാനിച്ചുകൊണ്ട് വരണം. എന്താ ഈ പറയുന്നതിൻ്റെ അർത്ഥം? പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്ക് ആകുന്നു എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ആഗ്രഹം നിന്നെ കീഴ്പ്പെടുത്തി പോകണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ ആ അർത്ഥമാണ് അതിൻ്റെ അർത്ഥം. അത് ഞാൻ ലളിതമായിട്ടൊന്ന് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ പാപത്തിൻ്റെ ആഗ്രഹം നമ്മെ തൻ്റെ വഴിക്ക് കൊണ്ടുപോകണം എന്നാണ്. പാപത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, പിശാചാണ്. അപ്പം അതുകൊണ്ട് പിശാച് എപ്പോഴും നമ്മെ പാപത്തിൽ വീഴിക്കത്തക്കവണ്ണം, പാപത്തിൻ്റെ മുമ്പിൽ നമ്മൾ തോൽക്കത്തക്കവണ്ണം നമ്മെ കീഴ്പ്പെടുത്തുവാനായിട്ട് സൂക്ഷ്മതയോടെ ശ്രമിക്കും. അപ്പോൾ ദൈവം മുന്നറിയിപ്പ് കൊടുത്തു, കയ്യിന് അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്. അപ്പോൾ അതുകൊണ്ട് നീ സൂക്ഷിച്ചില്ലെങ്കിൽ, അടുത്ത വാചകം ഞാൻ പിന്നെ പറയും, നീ എന്ത് ചെയ്യണം? നീ അതിനെ കീഴ്പ്പെടുത്തണം. നീ കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ അത് നിന്നെ കീഴ്പ്പെടുത്തും. അപ്പം എന്ത് ടൈംലി ആയിട്ടുള്ളതായ ദൂതാണ് അവിടെ കയ്യിന് കിട്ടിയത്. ഇത് പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ ഇതിന്മേൽ വിജയം വരിച്ച് കയ്യിന് പോകാൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. നമുക്കും പ്രയാസമില്ല. ഞാനിങ്ങനെ അവസാനിപ്പിക്കട്ടെ. അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു.
ഞാൻ ഈ വാക്കിൻ്റെ ഒരു വിശദീകരണം ഞാൻ ഒരിക്കലും ഒരു വേദിയിൽ കേട്ടൊരു പ്രസംഗത്തിലൂടെയാണ് ഉൾക്കൊള്ളാനിടയായിട്ട് തീർന്നത്. പ്രസംഗം പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കർത്താവിൻ്റെ വിലയേദാസൻ OL സാമുവൽ സാറാണ്. അദ്ദേഹം ദൈവവചനത്തിൻ്റെ ഒരു ആധികാരികതയാണല്ലോ. അദ്ദേഹം അത് വിശദീകരിച്ചൊരു വാക്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ്. ഇപ്പം നമ്മൾ വായിക്കുന്നില്ല. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതായ വാചകവും ഈ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഇതിനോട് സമാനമായൊരു പ്രയോഗവുമുണ്ട്. ആ പ്രയോഗവും നിങ്ങൾ ചേർത്തൊന്ന് വായിച്ച് ധ്യാനിച്ചുകൊണ്ട് വരണം. ഒരു ചെറിയ ഫുഡ് നോട്ട് എഴുതാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. നമുക്ക് കൂടുതൽ സൂക്ഷ്മതയോടെ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ എടുക്കുന്ന പല ക്ലാസ്സുകളിലൊക്കെ അങ്ങനെ ഗ്രഹപാഠമൊക്കെ എഴുതിക്കാറുണ്ട്. അപ്പോൾ അത് നല്ലതാണ്. അത് കുറച്ചുകൂടെ നന്നായിട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സഹായകരമായിരിക്കും. അപ്പോൾ അത് ആലോചിക്കേണ്ട കാര്യം അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു. അതിൻ്റെ ഒരു അർത്ഥം ഉൽപ്പത്തി 3-ന്റെ 16-ാം വാക്യത്തിൽ നിന്ന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് വളരെ സൂക്ഷ്മതയോടെ ഈ കയ്യിന് കൊടുത്ത ദൈവം കൊടുത്ത സന്ദേശം നമുക്ക് ഉൾക്കൊണ്ട് വളരെ സൂക്ഷ്മതയോടെ ജീവിക്കാം. പാപം വാതിൽക്ക് കിടക്കുകയാണ്, അതിൻ്റെ ആഗ്രഹം നമ്മെ കീഴ്പ്പെടുത്തണമെന്നാണ്. എന്നിട്ട് ദൈവം പറഞ്ഞു, കയ്യിനെ നീ അതിനെ കീഴ്പ്പെടുത്തണം. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ആന്തരിക പാപത്തിൻ്റെ മേൽ വിജയം വരിച്ച് ജയാളികളായിട്ട് ജീവിക്കാം. അപ്പോൾ ഈ ആന്തരിക പാപങ്ങളുടെ മേൽ വിജയം വരിച്ചാൽ പിന്നെ ഈ കൊലപാതകം എന്നൊക്കെ പറയുന്നിടത്തിൻ്റെ അതിൻ്റെ അടുത്തേക്ക് പോലും നമ്മൾ എത്തുവാൻ ഇടയായിട്ട് തീരുകയില്ല. അപ്പം നമ്മുടെ കർത്താവിൻ്റെ ഉപദേശം എന്തൊരു മനോഹരമായ ഉപദേശമാണ്. ഞാൻ ഈ ഉപദേശത്തിൻ്റെ മനോഹാരിത കണ്ട് ചിലപ്പോഴൊക്കെ അത്ഭുതപ്പെടാറുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ഈ സത്യം അതിൻ്റെ എല്ലാ തലത്തിലും കൃത്യമായിട്ട് ഉൾക്കൊണ്ട് ഇതൊക്കെ നമ്മുടെ വീട്ടിലും സഭയിലും അയൽപക്കങ്ങളിലും ഒക്കെ പ്രായോഗികമാക്കി വിജയകരമായി ജീവിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.